അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അല്ലാമ ത്വീബി പറയുന്നു, പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠം അറഫാ ദിവസമാണെന്നും വെള്ളിയാഴ്ച ദിവസമാണെന്നും രണ്ടഭിപ്രായമുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസം നിരുപാധികമായി പറയുമ്പോഴാണ്. എന്നാൽ ഒരു വർഷത്തിലെ പകലുകളിൽ ഏതാണ് അതിശ്രേഷ്ഠം എന്ന് ചോദിക്കപ്പെടുന്നുവെങ്കിൽ അത് അറഫാ ദിനം തന്നെയാണ്. ഒരാഴ്ചയിലെ പകലുകളിൽ ഏതാണ് അതിശ്രേഷ്ഠമെന്ന് ചോദിക്കപ്പെടുന്നുവെങ്കിൽ അത് വെള്ളിയാഴ്ചയുമാണ്. വെള്ളിയാഴ്ച ദിവസം അറഫാ ദിവസവുമായി ഒത്തുവന്നാൽ, അഥവാ ഒരു വെള്ളിയാഴ്ച ദിവസം അന്ന് അറഫാ ദിനവുമാണെങ്കിൽ അത് നിരുപാധികം അതിശ്രേഷ്ഠ ദിനമാണ്. അപ്പോൾ ആ ദിവസത്തിലുള്ള സൽക്കർമ്മം ഏറ്റവും മഹത്വമുള്ളതും ഏറ്റവും പുണ്യമുള്ളതുമാണ്. ഈ പുണ്യദിനത്തിൽപ്പെട്ടതാണ് ഹജ്ജുൽ അക്ബർ. ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ജുമുഅയാണ് സുന്നത്തായ ഹജ്ജിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടകരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ജുമുഅ മിസ്കീന്മാരുടെ ഹജ്ജാകുന്നു, അത് ഫക്കീറുമാരുടെ ഹജ്ജാണെന്ന് മറ്റൊരു നിവേദനത്തിൽ വന്നിട്ടുമുണ്ട്. അല്ലാമ ഷർവാനി പറയുന്നു, നാളുകളിൽ ഏറ്റവും ഉത്തമമായ നാൾ അറഫാ ദിവസം എന്നതാണ് നമ്മുടെ പക്ഷം. പിന്നീട് വെള്ളിയാഴ്ച ദിവസവും അതിനുശേഷം ബലിപെരുന്നാൾ ദിവസവും പിന്നീട് ചെറിയ പെരുന്നാൾ ദിവസവും രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്മം കൊണ്ട രാത്രിയുമാണ്. പിന്നീട് അത് കഴിഞ്ഞാൽ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി, അതിനുശേഷം വെള്ളിയാഴ്ച രാവ്, അനന്തരം ഇസ്രാഇൻ്റെ രാത്രി. ഈ പറഞ്ഞതൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളമാണ്. എന്നാൽ ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്രാ രാത്രിയാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. കാരണം ആ രാത്രിയിലാണ് തിരുമേനി തൻ്റെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് തൻ്റെ രക്ഷിതാവിനെ കണ്ടിട്ടുള്ളത്. രാത്രി പകലിനേക്കാൾ ഉത്തമമാകുന്നു.